ബി.ജെ.പി. ഇപ്പോൾ ഒരു പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മെജോറിറ്റി നേടാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല അവരെ ബുദ്ധിമുട്ടിലാഴ്ത്തുന്നത്. കാരണം വിവിധ സംസ്ഥാനങ്ങൾ, അവരുടെ ശക്തമെന്ന് തോന്നുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ അടിത്തട്ടിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം ഇപ്പോൾ പുറത്തേക്ക് എത്തുന്നൊരു സാഹചര്യം. ഈ സാഹചര്യത്തിലാണ് ഈ വരുന്ന 5 മാസക്കാലം ബി.ജെ.പി. സംബന്ധിച്ച് നിർണായകമായി മാറുന്നത്. അതിലൊന്ന്, അവരുടെ ദേശീയ അധ്യക്ഷനെ പുതിയതായി കണ്ടെത്തേണ്ടതായിട്ടുണ്ട്, വിവിധ സംസ്ഥാന അധ്യക്ഷന്മാരെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതിലുപരി ഈ അടുത്ത് തന്നെ ഉത്തർപ്രദേശിൽ 1-2 മാസത്തിനുള്ളിൽ ഉത്തർപ്രദേശിൽ നടക്കുന്ന 10 നിയമസഭാ മണ്ഡലങ്ങളെ തിരഞ്ഞെടുപ്പ്, മഹാരാഷ്ട്ര അടക്കമുള്ള 5 നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ. ഉത്തർപ്രദേശിൽ ബൈപ്പോളാണ് നടക്കുന്നത്, ഉപതെരഞ്ഞെടുപ്പുകളാണ് നടക്കുന്നത്. പക്ഷേ അതിനേക്കാൾ പ്രാധാന്യം 5 സംസ്ഥാനങ്ങളുടെ തിരഞ്ഞെടുപ്പാണ്. മഹാരാഷ്ട്രയും കാശ്മീരും ജാർഖണ്ഡും ഉൾപ്പെടെയുള്ള സംസ്ഥാനം. അതിൽ മഹാരാഷ്ട്ര ബി.ജെ.പിക്ക് നേടാൻ കഴിഞ്ഞില്ല എങ്കിൽ ബി.ജെ.പിക്ക് അത് വലിയ തിരിച്ചടി തന്നെയായിരിക്കും ലഭിക്കുക. ഉത്തർപ്രദേശിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ജയിക്കുകയോ തോൽക്കുകയോ ചെയ്തേക്കാം. പക്ഷേ മഹാരാഷ്ട്ര അങ്ങനെയല്ല. ബി.ജെ.പിയെ സംബന്ധിച്ച് മഹാരാഷ്ട്ര ബി.ജെ.പിയെ സംബന്ധിച്ച് മാത്രമല്ല, ഇന്ത്യയിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യത്ത് 5 മുതൽ 7 സംസ്ഥാനങ്ങളെയാണ് രാഷ്ട്രീയ പാർട്ടികൾ ഫണ്ടിങ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് പ്രവർത്തിക്കാനുള്ള പ്രവർത്തകർ മാത്രം പോരാ, അതിനുള്ള ഫണ്ട് വേണം. പോസ്റ്റ് ഒട്ടിക്കുന്നതായാലും സമ്മേളനങ്ങൾ നടത്തുന്നതായാലും യാത്രകൾ നടത്തുന്നതായാലും എന്തിനും ഏതിനും ഫണ്ട് ആവശ്യമാണ്. ഈ പാർട്ടികൾ ഫണ്ട് എങ്ങനെ സ്വരൂപിക്കുന്നു എന്ന് ചോദിച്ചാൽ, അത് വ്യക്തികളിൽ നിന്ന്, അല്ലെങ്കിൽ വലിയ കമ്പനികളിൽ നിന്ന്, കോർപ്പറേറ്റുകളിൽ നിന്നാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഫണ്ട് ശേഖരിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഫണ്ട് നൽകാൻ കപ്പാസിറ്റിയുള്ള ഏറ്റവും കൂടുതൽ കമ്പനികളിൽ ഇൻഡസ്ട്രീസുള്ള സംസ്ഥാനങ്ങളെയാണ് സാധാരണഗതിയിൽ ഫണ്ടിങ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ മഹാരാഷ്ട്ര ഫണ്ടിങ് സ്റ്റേറ്റാണ്. പ്രധാനപ്പെട്ട എല്ലാ നാഷണൽ കമ്പനികളുടെയും ഹെഡ് ഓഫീസായി പ്രവർത്തിക്കുന്നത് മഹാരാഷ്ട്രയാണ്. അപ്പോൾ തന്നെ അവിടെ ഒരു ഫണ്ടിങ് സ്റ്റേറ്റാണ്. അതുകൊണ്ടാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടുതൽ പണവും സമയവും ഒക്കെ മഹാരാഷ്ട്ര, കർണാടക, ദില്ലി പോലെയുള്ള സംസ്ഥാനങ്ങൾ പിടിക്കുന്നതിന് വേണ്ടി ചെലവഴിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം. ഇവിടെ കേന്ദ്രവും സംസ്ഥാനവും, അതായത് മഹാരാഷ്ട്ര ആയാലും കർണാടകമായാലും കേന്ദ്രവും സംസ്ഥാനവും ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് ഭരിക്കുന്നതെങ്കിൽ ഫണ്ട് കൊടുക്കുന്ന കമ്പനികൾക്കും മറ്റും അത് ലാഭകരമാണ്. ഒപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് അവർക്കും അത് ലാഭകരമാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ഭരിക്കുന്നത് ബി.ജെ.പി. മുന്നണിയാണ്. ബി.ജെ.പി. അല്ല, മുന്നണിയാണ്. അതിൻ്റേതായൊരു വ്യത്യാസമുണ്ടാകും. മുന്നണിയാണ്. ഒപ്പം തന്നെ കേന്ദ്രം ഭരിക്കുന്നത് ബി.ജെ.പി.ആണ്. അപ്പോൾ ഒരു കമ്പനിക്ക് അവർക്ക് പിരിവ് കൊടുക്കേണ്ടി വരുമ്പോൾ 100 രൂപ ബി.ജെ.പിക്ക് നൽകിയാൽ മതിയാകും. നേരെ മറിച്ച് മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് ഭരിക്കുകയും കേന്ദ്രത്തിൽ ബി.ജെ.പി. ഭരിക്കുകയും ചെയ്യുമ്പോൾ ഈ 100 എന്നുള്ള തുക 2ആയി പോകും. അതായത് 50 രൂപ ബി.ജെ.പിക്കും 50 രൂപ കോൺഗ്രസിനും നൽകേണ്ടതായി വരും. ഇത് പാർട്ടികളെ സംബന്ധിച്ച് അവർക്ക് വലിയ നഷ്ടമുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ 2 സ്ഥലത്തും ഒരേ പാർട്ടികൾ വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ കോർപ്പറേറ്റുകൾക്കും കമ്പനികൾക്കും വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്കും വലിയ സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ നിലവിൽ ബി.ജെ.പിയുടെ കയ്യിൽ ഫണ്ടിങ് സ്റ്റേറ്റുകൾ ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം. നമ്മുടെ ദക്ഷിണേന്ത്യയിലേക്ക് വന്ന ഒരു ഫണ്ടിങ് സ്റ്റേറ്റ് കർണാടകമാണ്. അത് കഴിഞ്ഞാൽ തെലുങ്കാനയാണ് ചെറുതായി ഫണ്ടിങ് സ്റ്റേറ്റായി കയറി വരുന്നത്. ഇത് രണ്ടും ബി.ജെ.പി. സംസ്ഥാന ഭരണത്തിലില്ല. പിന്നെ ഉള്ളത് മഹാരാഷ്ട്രയാണ്. അവിടെ ഇപ്പോൾ മുന്നണി സംവിധാനത്തിലാണ് പോകുന്നതെങ്കിൽ പോലും ഭരണമുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. 4ാമത് വരുന്നത് ദില്ലിയാണ്. ദില്ലിയിൽ ഭരണം ഇല്ലാതായിട്ട് 2 ടേം ആകുന്നു. പിന്നെ ഉള്ളത് പഞ്ചാബാണ്. അവിടെയും സഖ്യകക്ഷികളിലായിരുന്നു. പക്ഷേ അവിടെയും വലിയ കാർഷിക ജന്മികൾ ഉള്ള ഇടമാണ്, കാർഷിക കേന്ദ്രമാണ്. അവിടെയും ഇപ്പോൾ മുന്നണി സംവിധാനത്തിൽ പോലും ബി.ജെ.പി. ഇല്ല. പിന്നീട് ഫണ്ടിങ് സ്റ്റേറ്റായിട്ട് കടന്നു വരുന്ന സംസ്ഥാനങ്ങളാണ് ഈ ഉത്തർപ്രദേശ്. ഫണ്ടിങ് സ്റ്റേറ്റ് എന്ന് പറയാൻ, പൂർണ്ണമായി ഫണ്ടിങ് സ്റ്റേറ്റ് എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും കടന്നു വരുന്ന സ്ഥലങ്ങളാണ്. ഇതിൽ ഇപ്പോൾ ആശ്വാസത്തിൻ്റെ കയ്യിലുള്ളത് മധ്യപ്രദേശും രാജസ്ഥാനും ഒക്കെ മാത്രമാണ്. ജാർഖണ്ഡിൽ പോലും ചെറിയ രീതിയിൽ ഫണ്ടിങ് പാർട്ടികൾക്ക് കിട്ടുന്ന ഒരു സംസ്ഥാനമാണെങ്കിൽ ഇപ്പോൾ അതിലും ഭരണത്തിലില്ല. അപ്പോൾ ഫണ്ടിങ് സ്റ്റേറ്റുകളൊന്നും നിലവിൽ ബി.ജെ.പി. അധികാരത്തിൽ ഇല്ല എന്നുള്ളത് ബി.ജെ.പി. സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മഹാരാഷ്ട്രയിൽ അതുകൊണ്ട് തന്നെ ബി.ജെ.പിക്ക് ജയിച്ചേ മതിയാകും. നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പോഴുള്ള മുന്നണി സംവിധാനത്തിൽ ബി.ജെ.പിക്ക് മുന്നേറാൻ കഴിയില്ല എന്നുള്ള കാര്യം RSS പലവട്ടം വ്യക്തമാക്കിയതാണ്. കഴിഞ്ഞ ദിവസം RSSനോട് അനുബന്ധമായി നിൽക്കുന്ന, അല്ലെങ്കിൽ അനുഭാവമുള്ള ഒരു മറാത്ത വാരികയിൽ വളരെ വിശദമായിട്ടുള്ള ഒരു ലേഖനം വന്നു. അത് ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ ഞങ്ങൾ വാർത്തയായി നൽകുകയും ചെയ്തു. അവരതിൽ പറയുന്ന കാര്യം, ഈ അജിത് പവാറിനെയും മറ്റും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഈ മുമ്പോട്ട് പോകുന്ന ഭരണത്തിനകത്ത് വലിയ അതൃപ്തിയുണ്ട്. കാരണം അജിത് പവാറിന് ഒരു കറപ്റ്റഡ് ആയിട്ടൊരു മനുഷ്യനാണ്, അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന മനുഷ്യനാണ്. പിന്നെ ഏത് നിമിഷവും മറുകണ്ഠം ചാടാവുന്നൊരു മനുഷ്യനാണ്. കാരണം അദ്ദേഹം ബി.ജെ.പിയുടെ ഒപ്പം, NDAയുടെ ഒപ്പം വന്നതിന് ശേഷവും ശരത് പവാറുമായി പലവട്ടം കൂടിക്കാഴ്ച നടത്തി. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഭാര്യ ശരത് പവാറിൻ്റെ വസതിയിൽ പോവുകയുമുണ്ടായി. ഇവർ അമ്മാവനും അനന്തരവനുമാണ് ബന്ധം പറയുമ്പോൾ. പക്ഷേ പൊളിറ്റിക്സിൽ ഇവരുടെ കാര്യങ്ങളൊന്നും പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ അജിത് പവാറിനെ മുൻപോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ബി.ജെ.പിക്ക് നേട്ടം ഇല്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മളത് കാണുകയും ചെയ്തു. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അജിത്
ശരത് പവാറിൻ്റെ പാർട്ടിക്ക് ഒരു സീറ്റേ നേടാൻ കഴിഞ്ഞു. മറ്റൊന്ന് ഷിൻഡെയുടെ പാർട്ടിയാണ്. ഷിൻഡെയുടെ പാർട്ടിയുടെ പ്രധാന പ്രശ്നം, ഷിൻഡെക്ക് നേതാക്കൾ കുറച്ച് പേരുണ്ട് എങ്കിൽ പോലും അണികൾ ഷിൻഡെയുടെ ഒപ്പം ഇല്ല എന്നുള്ളതാണ് ഷിൻഡെ വിഭാഗം ശിവസേനയുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം. കാരണം ഇനി വരാൻ പോകുന്ന നിയമസഭയാണ്, ലോക്സഭ പോലെയല്ല. താഴെ തട്ടിൽ അണികളും മറ്റും ഉണ്ടെങ്കിൽ ശക്തമായ പ്രവർത്തനം നടത്തി മുന്നേറാൻ കഴിയും. അപ്പോൾ സ്വാഭാവികമായും BJPക്ക് ഒറ്റയ്ക്ക് മത്സരിക്കേണ്ട ഒരു സാഹചര്യമാണ് മഹാരാഷ്ട്രയിൽ വരുന്നത്. ഒറ്റയ്ക്ക് മത്സരിക്കുകയാണെങ്കിൽ BJP സംബന്ധിച്ച് അവിടെ ഒറ്റയ്ക്ക് അധികാരത്തിൽ വരുന്നതിനുള്ള കാര്യങ്ങൾ മുൻപോട്ട് നീക്കേണ്ടതായി വരും. അത് എത്രത്തോളം സാധ്യമാകും ഇപ്പോഴെന്നുള്ളതിലാണ് വലിയ സംശയം നിലനിൽക്കുന്നത്. കാരണം ഈ രണ്ട് പാർട്ടികളെയും കൈവിട്ടുകൊണ്ട് മുൻപോട്ട് പോവുക, ഇല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ BJP പയറ്റി തെളിഞ്ഞ ഒരു തന്ത്രമുണ്ട്. അതായത് ഈ പ്രത്യേകിച്ച് വടക്കിഴക്ക് സംസ്ഥാനം, മണിപ്പൂർ അടക്കമുള്ള വടക്കിഴക്ക് സംസ്ഥാനങ്ങളിൽ BJP ചെയ്യുന്നൊരു പ്രധാന തന്ത്രം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് തന്നെ സഖ്യം പിരിച്ചുവിടുക. ഈ സഖ്യത്തിലുള്ള പാർട്ടികളെല്ലാം വെവ്വേറെ മത്സരിക്കുക, തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും ഈ സഖ്യം രൂപീകരിച്ച് ഭരിക്കുക. ഒരുപക്ഷെ മഹാരാഷ്ട്രയുടെ കാര്യത്തിലും അങ്ങനെ സംഭവിച്ചുകൂടായികയില്ല. കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടി, കാരണം കോൺഗ്രസും ഇപ്പോൾ ഒറ്റയ്ക്ക് മത്സരിക്കുന്നതിനെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. അങ്ങനെ എല്ലാ പാർട്ടികളും വേറെ മത്സരിക്കുകയോ സഖ്യം പിരിഞ്ഞ് മത്സരിക്കുകയോ ചെയ്യുക. പിന്നീട് തെരഞ്ഞെടുപ്പിന് ശേഷം ഏറ്റവും കൂടുതൽ സീറ്റ് ഉള്ള പാർട്ടി മറ്റ് ചെറുകക്ഷികളെ യോജിപ്പിച്ച് ഭരിക്കുക. അങ്ങനെ ഒരു തന്ത്രമായിരിക്കാം ഒരുപക്ഷെ മഹാരാഷ്ട്രയിൽ BJP നോക്കുന്നത്. കാരണം BJP സംബന്ധിച്ച് മഹാരാഷ്ട്ര ഭരണം പോകുന്നവർക്ക് ചിന്തിക്കാനേ കഴിയില്ല. കാരണം അതുകൂടെ പോയി കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ ഫണ്ടിങ് സ്റ്റേറ്റുകൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. പിന്നെ മറ്റൊന്ന്, ഉത്തർപ്രദേശിലെ 10 നിയമസഭാ തെരഞ്ഞെടുപ്പ് മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പുകളാണ്. അവിടെ ജയിച്ച് കയറുക എന്നുള്ളത് ഇപ്പോഴത്തെ ഘട്ടത്തിൽ ഒരു അനിവാര്യ ഘടകമാണ്. കാരണം പ്രവർത്തകരുടെ, രാജ്യത്തെമ്പാടുമുള്ള BJP പ്രവർത്തകരുടെ മനോവീര്യം ഉയർത്തുന്നതിന് ഈ 10ൽ ഒരു 6-7 സീറ്റ് BJPക്ക് നേടിയേ മതിയാവും. കാരണം ഈ 10 നിയമസഭാ സീറ്റിലും തകർന്നടിയുകയാണ് പാർട്ടിയെങ്കിൽ ഇപ്പോൾ അല്പമെങ്കിലും മനോവീര്യം കുറഞ്ഞു നിൽക്കുന്ന പ്രവർത്തകർക്കിടയിൽ അത് കുറച്ചുകൂടി മനോവീര്യം തകർച്ചയിലേക്ക് എത്തിക്കുന്നതിന് കാരണം. അതുകൊണ്ട് തന്നെ ഈ വരുന്ന 5 മാസക്കാലം നവംബറോട് കൂടി ആയിരിക്കും ഒരുപക്ഷെ ഈ മഹാരാഷ്ട്രയിലും ജമ്മു കാശ്മീരിലും അടക്കമുള്ള സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നു. 2 മാസത്തിന് അകം ഒരുപക്ഷെ UP അടക്കമുള്ളിടത്ത് ബൈപ്പോളുകൾ പ്രഖ്യാപിച്ചേക്കാം. അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു കാര്യം. അതായത് ഇനി കുറഞ്ഞ ടൈമേ ഉള്ളൂ. കാരണം ഒരു 5 മാസം. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരു വലിയ തകർച്ച മഹാരാഷ്ട്രയിലും UPയിലും നേരിട്ട് BJP. അവിടെ തന്നെ വീണ്ടും ഒരു 5 മാസത്തിനുള്ളിൽ 2ഇടത്തും തെരഞ്ഞെടുപ്പുകൾ വരുന്നു. ഒരിടത്ത് ഉപതെരഞ്ഞെടുപ്പാണെങ്കിൽ ഒരിടത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് വരുന്നത്. ഏതായാലും മഹാരാഷ്ട്ര കൈവിടാതിരിക്കാനുള്ള എല്ലാ നീക്കങ്ങളും ഒരുപക്ഷെ അവസാന നിമിഷത്തിൽ RSSൻ്റെ തന്നെ നേരിട്ടുള്ള ഒരു നിയന്ത്രണത്തിലേക്ക് വരികയും ശിവസേന ഉദ്ധവ് വിഭാഗത്തെയും ഷിൻഡെയും എല്ലാം ഒന്നിപ്പിച്ചുകൊണ്ട് വരികയാണെങ്കിൽ അത് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ അപ്രതീക്ഷിതമായ ട്വിസ്റ്റുകൾ ഉണ്ടാക്കും. കാരണം പഴയ ഒരു 2019 ഉണ്ടായിരുന്ന ആ സഖ്യം വീണ്ടും വരികയാണെങ്കിൽ വളരെ ഈസിയായിട്ട് അവർക്ക് ജയിച്ച് കയറാൻ കഴിയും. പക്ഷേ അപ്പോൾ BJP കുറേ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. അതൊരു പക്ഷേ BJP ചെയ്യാൻ തയ്യാറായേക്കും. കാരണം നിലവിൽ അവർ ഷിൻഡെയെ മുൻനിർത്തി മുൻപോട്ട് പോകാമെങ്കിൽ തീർച്ചയായും ഷിൻഡെയ്ക്ക് പകരം ഉദ്ധവിനെ മുൻനിർത്തി അവർക്ക് മുൻപോട്ട് പോകാമായിരുന്നു. അവിടെ ഒരു വിട്ടുവീഴ്ച മനോഭാവം BJP കാണിച്ചിരുന്നുവെങ്കിൽ സഖ്യം തകരില്ലായിരുന്നു. പക്ഷേ അവിടെ അത് കാണിക്കാതെ പോയതാണ് BJPയുടെ ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്ന് പലരും വിലയിരുത്തുന്നുമുണ്ട്. ഏതായാലും BJP വലിയ ടെൻഷനിലാണ്. വരുന്ന 5 മാസം നിർണായകമാണ്. ഇത് തന്നെയാണ് ന്യൂസിനെ വളരുന്നത് പോയിന്റ്. നന്ദി, നമസ്കാരം.